അന്യരുടെ ആക്രോശങ്ങൾക്കോ ഭീഷണിയുടെ മുമ്പിലല്ല പലപ്പോഴും നാം പതറിപ്പോയതും പരാജയപ്പെട്ടതായി തോന്നുന്നത്. മറിച്ച് നാം നമ്മുടെയെല്ലാം കൂടെ നിൽക്കുമെന്ന് കരുതിയ ചിലർ, ചേർന്ന് നിൽക്കുമെന്ന് കരുതിയ ചിലരുടെ ചതിപ്രയോഗങ്ങളാണ്. അത് ചിലപ്പോൾ ഭാര്യയോ മക്കളോ അമ്മായിയമ്മയോ മറ്റുള്ളവരോ അയൽവാസികളോ ഒക്കെ ആകാം. അത് നമ്മുടെ മനസ്സിനെ വളരെ ശക്തമായി സ്വാധീനിക്കുകയും നിരാശയുടെ പടുകുഴിയിലാവും. ആർക്ക് വേണ്ടിയാണോ നാം നിലകൊണ്ടത് അവർ തന്നെ നമ്മുടെ ഘാതകരായി മാറുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും തളർന്നു പോയിട്ടുണ്ട്. ചിലർ ആത്മഹത്യ എത്തിയിട്ടുണ്ട്. എല്ലാ ദുരന്തങ്ങളും വിധിയായി ജീവിതത്തിൽ വന്നു ചേരുന്നതല്ല, മറിച്ച് നമ്മുടെ ചെയ്തികളുടെ തുടർഫലങ്ങളായും ചില സംഭവങ്ങൾ ജീവിതത്തിൽ അരങ്ങേറാറുണ്ട്. അതൊക്കെ പത്രധാര നമ്മളെല്ലാം കാണുന്നതാണ്. നിസ്സാര കാര്യം, നല്ല വിദ്യാഭ്യാസവും ഉന്നതമായ ജോലിയും സാമ്പത്തിക ഭദ്രതയും ഒക്കെയുള്ള പലരും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു, കുട്ടികളെ കൊല്ലുന്നത് കാണുമ്പോൾ ഇത് പ്രീ പ്ലാൻഡ് ആയ ചില കാര്യങ്ങളാണ്. എല്ലാം വിധി എന്ന് പറയരുത്. ചിലത് ജീവിതത്തിൽ പ്ലാനിങ് ഇല്ലാത്ത സാമ്പത്തിക കാര്യങ്ങളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് കാരണമാകുന്നത്. നന്മ ചെയ്തവരുടെ തായ് പേര് അറക്കുന്നവർ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട നന്മകൾ ഇല്ലായ്മ ചെയ്യുകയാണ് എന്ന് മറക്കരുത്. മുകളിലൂടെ നമ്മൾ പുട്ടുപുഴുങ്ങാറില്ലേ? പുട്ടുപുഴുങ്ങുമ്പോൾ അകത്ത് കുറ്റിക്കടിയിൽ ചില്ലിടാതെ നാം നിറച്ചാൽ എന്താ സംഭവിക്കുക? അതുപോലാണ് ചിലരുടെ ജീവിതങ്ങൾ. സൂക്ഷ്മതയില്ലാത്ത സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പ്ലാനിങ് ഇല്ലാതെയും വായിത്തോന്നുന്നതെല്ലാം പറയുന്നത് പലരുടെയും കുടുംബജീവിതത്തിൽ തകർച്ചയ്ക്കുണ്ടാകുന്നെന്ന് മറക്കരുത്. അനുഭവിക്കേണ്ടത് മുൻകൂട്ടി മനസ്സിലായി നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കേണ്ടത് വാക്കുകളായും പ്രവൃത്തികൾ സൂക്ഷിക്കേണ്ടിടത്ത് പ്രവൃത്തികളും സൂക്ഷിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അല്ല 70% ജീവിതം നന്നായി പോകും. പക്ഷേ ആധുനിക കാലത്ത് സ്ത്രീകൾക്ക് അമിതമായ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് സഹായമായി തീരുന്ന നിയമങ്ങളും ഒക്കെയാണ് പലരെയും കുടുംബജീവിതത്തെ തകർക്കുന്ന മറക്കരുത്. അതുകൊണ്ട് നാം എങ്ങനെയാകണോ തീരുമാനിക്കുന്ന അന്യരല്ല, നാം തന്നെയാണ്. നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും നമ്മളാണ്. ദൈവവും വിശ്വാസവും ഒക്കെ നല്ലതാണെങ്കിലും ദൈവത്തിന് പങ്ക് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മളുടെ ജീവിതം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് ദൈവം മാത്രമല്ല, ഞാനും നിങ്ങളും മാത്രമാണ്. അതിൽ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളെ നാം സമചിത്തതയോടെ കരുതി നീക്കേണ്ടത് നീക്കണം, തള്ളിക്കളയേണ്ടവർ തള്ളിക്കളയണം, അകറ്റേണ്ടവരെ അകറ്റണം. അത് മക്കളായാലും ഭാര്യയായാലും അമ്മായിയമ്മയായാലും അയൽവാസിയായാലും പൂർണ്ണമായി തള്ളിക്കളഞ്ഞാൽ ജീവിതം സുരക്ഷിതമായി തീരും.